ഇന്ന് നമ്മൾ ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡേറ്റ്സ് ബട്ടർ കേക്കാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും, വീട്ടിൽ ഓവനുള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മൈദയൊക്കെ ഒന്ന് അരിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, പിന്നെ കേക്കിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഏലക്കാപ്പൊടി. ഏലക്കാപ്പൊടി മാത്രമല്ല, പൊടിക്കുന്ന സമയത്ത് ചെറിയൊരു പീസ് പട്ട കൂടെ ചേർത്തിട്ടാണ് പൊടിച്ചിട്ടുള്ളത്. രണ്ടും കൂടെ ചേർത്തിട്ട് എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഒരു 1-2 തവണ അരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. ഒന്നുകൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗവും മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം ഒരു ബൗളിലേക്ക് 150 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഉപ്പില്ലാത്തതാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ബട്ടർ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതായത് ഫ്രിഡ്ജിൽ നിന്ന് നല്ല തണുപ്പോട് കൂടിയിട്ട് എടുക്കരുത്. കുറച്ച് സമയം പുറത്ത് വെച്ചിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ തന്നെ എടുക്കുക. ഇതാദ്യം അത്യാവശ്യം നന്നായിട്ടൊന്ന് അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതുപോലെ ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ലൊരു തടിത്തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഇതുപോലത്തെ ടീ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നമുക്ക് മുട്ടയൊന്നും പതപ്പിച്ചെടുക്കാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. തടിത്തവി വെച്ച് നല്ലോണം മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ആദ്യം ഇതുപോലെ ബട്ടർ നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഒരു 1/2 കപ്പും പിന്നെ അതിൻ്റെ കൂടെ ഒരു 1 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒരുപാട് ഫൈനായിട്ട് പൊടിഞ്ഞിട്ടില്ല. എന്നിട്ട് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ 1-2 തവണ ബട്ടറിലേക്ക് ഈ പഞ്ചസാര ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ എല്ലാം കൂടെ ഇങ്ങനെ ഒരു മൊത്തത്തിൽ തെറിച്ച് പോകുന്നൊരു പ്രശ്നം വരും. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം ഇനി ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ പഞ്ചസാര ബട്ടറും കൂടെ നല്ലൊരു ക്രീമി രൂപത്തിലായിട്ട് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ടയാണ് ചേർക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ തന്നെ റൂം ടെമ്പറേച്ചറിൽ തണുത്തിരിക്കുന്ന ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുത്താവരുത്. മുട്ട ഇടുന്ന സമയത്ത് ഒന്നിച്ച് ഒഴിക്കേണ്ട കേട്ടോ. ഓരോന്നോരോന്ന് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് ബാക്കിയുള്ളതോടെ ചേർത്ത് കൊടുക്കുക. അപ്പം ഈ സമയത്ത് തന്നെ ഇതിലേക്കൊരു 1 ടീസ്പൂൺ ഇത്തിരി കൂടെ കൂടുതൽ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ സ്പോഞ്ച് കേക്കിന് ചെയ്യുന്നത്ര കുറേ സമയം മുട്ട അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഓരോ മുട്ട ഇതുപോലെ തന്നെ 1 by 1 ആയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. 3 മുട്ടയും ഇതുപോലെ തന്നെ മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് ഡേറ്റ്സ് സിറപ്പാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മൾ നല്ലൊരു ഡേറ്റ്സ് കേക്കാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ മതിയാകും. കാരണം ഡേറ്റ് സിറപ്പിന് അത്യാവശ്യം മധുരം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കൂടുതൽ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ട് ഇത് കുറച്ച് കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഇതൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഈ സമയത്ത് ബട്ടറും മുട്ടയും എല്ലാം കൂടെ മിക്സായി വരുമ്പോൾ മുട്ട പിരിഞ്ഞതുപോലെ ഒരു തോന്നലുണ്ടാവും കേട്ടോ. ചെറുതായിട്ട് അത് ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു പേടി പോലെ തോന്നും. പക്ഷേ പ്രശ്നമില്ല. മൈദയും കാര്യങ്ങളൊക്കെ ഇട്ട് മിക്സ് ആക്കി വരുമ്പോൾ അത് കറക്റ്റ് സെറ്റ് ആയിക്കോളും. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മൈദക്കൂട്ട് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ആക്കി എടുത്താൽ മതി. ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിങ്ങനെ മിക്സായി വരുമ്പം ആ ഒരു പിരിഞ്ഞ ആ ഒരു ടെക്സ്ചറൊക്കെ അങ്ങ് മാറിക്കോളൂ കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കണേ. ആ ഒരു പിരിഞ്ഞ ഇത് മാറുന്നവരെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്താൽ മതി. ഇനിയൊരു 2-3 ടേബിൾ സ്പൂൺ ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ കാഷ്യൂ ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് 2-3 ടേബിൾ സ്പൂൺ ഡേറ്റ്സ് ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് മുറിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 1 ടീസ്പൂൺ മൈദ കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും കേക്ക് ആയി വരുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഒരേപോലെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് കിടന്നോളും. അല്ലെങ്കിൽ കേക്കിൻ്റെ അടിഭാഗത്തേക്ക് താന്നു പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പൊടി മിക്സ് ആക്കി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ആക്കി എടുത്താൽ മതി. ഇതിങ്ങനെ മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും കേക്കിൻ്റെ ബാറ്റർ ഭയങ്കര കട്ടിയാണല്ലോ, തീരെ ലൂസില്ലല്ലോ, പാലൊക്കെ ചേർക്കണമെന്ന്. പക്ഷേ വേണ്ട കേട്ടോ. ഈ ഒരു കട്ടി തന്നെ വേണം. അപ്പോഴാണ് നമ്മൾ ചായയുടെ കൂടെ കഴിക്കാനുള്ള ടീ കേക്കായിട്ട് നല്ല ഉഷാറായിട്ട് കിട്ടുക. കുറച്ചൊരു കട്ടി തന്നെയാണ് വേണം. നമ്മൾ പ്ലം കേക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു രീതിയിൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാരണം 8 ഇഞ്ചിലേക്കുള്ള ബാറ്റർ ഉണ്ടാവില്ല. ഇത് ഭയങ്കര കനം കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് 6 ഇഞ്ച് പാനിലേക്ക് ഇത്തിരി ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പറും കൂടെ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. കേക്ക് ബാറ്റർ കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ഇരുന്നോളൂ.
ലാസ്റ്റ് ഇതിൻ്റെ മേലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി വെറുതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ച് കാഷ്യൊക്കെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഞാനൊരു 160 ഡിഗ്രിയിലാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ ഓവൻ അനുസരിച്ച് ചെയ്താൽ മതി. അതിലൊരു 45 to 50 മിനിറ്റ് നോക്കുക കേട്ടോ. എനിക്കിപ്പോൾ ഒരു 45 മിനിറ്റ് കൊണ്ട് തന്നെ സാധാരണ ആയി കിട്ടലുണ്ട്. ഇനി ഇതല്ല നമ്മൾ ഓവൻ ഇല്ലാതെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻപത്തെ കുറേ വീഡിയോസിൽ ചെയ്ത പോലെ തന്നെ സെയിം അതേ മെത്തേഡിൽ ചെയ്താൽ മതി. ഒരു പ്രശ്നമില്ല. അതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം, ഒരു 30-35 മിനിറ്റ് കഴിയുന്ന സമയത്ത് കേക്കൊക്കെ അത്യാവശ്യം പൊങ്ങി വന്നതിന് ശേഷം ഒരുപാട് കളർ ചേഞ്ച് വരികയെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് ഒരു ബട്ടർ പേപ്പറോ ഫോയിൽ പേപ്പറായിട്ട് ഇതിൻ്റെ മേലേക്കൊന്ന് വെച്ച് കൊടുത്തത്. അപ്പോൾ കേക്കിൻ്റെ മേൽഭാഗം കുറേ കറുത്ത് പോകുന്നൊരു പ്രശ്നം വരില്ല കേട്ടോ. ഓവൻ അനുസരിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഇതാ കറക്റ്റ് ഒരു 45 മിനിറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കുന്ന സമയത്ത് നല്ല ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിങ്ങനെ കുത്തി വെക്കുന്ന സമയത്ത് കേക്കിൻ്റെ ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇൻ കേസ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെ കുത്തിയെടുക്കുമ്പോൾ ബാറ്ററായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ. കാരണം ചിലപ്പോൾ ഓരോ ഓവൻ്റെ ടെമ്പറേച്ചറിൽ വ്യത്യാസം വരും. ഇതിപ്പോൾ ഇനി പുറത്തെടുത്തിട്ടുണ്ട്. കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയിട്ട് ഒരു സൈഡിലേക്ക് വെക്കാം, ശരിക്കും ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് സൈഡിൽ വെച്ചിട്ടുണ്ട്, അടിഭാഗത്ത് വെച്ചിട്ടുണ്ടെന്ന് ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം മുറിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ പ്ലം കേക്കിലൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് മുറിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ചൂടോടുകൂടി മുറിച്ചാൽ ഒരിക്കലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കേക്ക് നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പുറത്ത് തന്നെ വെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് തണുത്ത് കഴിയുന്ന സമയത്ത് ഇതുപോലെ മുറിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കേക്ക് തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ആ ഡേറ്റ്സിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ഇടയിൽ കൂടെ കഴിക്കുന്ന ടേസ്റ്റും എല്ലാം കൂടി ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കേക്ക് റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ കുറേ ആയിട്ട് പറയലില്ല, എന്നാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇനി എന്തായാലും നല്ല റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്